ഞാൻ വളരെ അടുത്ത ദിവസങ്ങളിൽ കാലടി എന്ന് പറയുന്ന സ്ഥലത്തെ ആദിശങ്കര ട്രസ്റ്റിൻ്റെ, അതായത് ശൃംഗേരി മഠത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്ന ആദിശങ്കര ട്രസ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷണൽ ക്യാമ്പസിൽ പോകാൻ എനിക്ക് അവസരം കിട്ടി. കാലടിയിലാണ്. കാലടി അല്ലെങ്കിലും ആദിശങ്കരൻ്റെ ജന്മം കൊണ്ട് തന്നെ വളരെ പുണ്യമായ ഒരു സ്ഥലമാണ്. ലോകത്താകെ അറിയപ്പെടുന്ന, ഇന്ത്യയിലാകെ ഒരുപാട് മഠങ്ങൾ സ്ഥാപിക്കുകയും പിന്നെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഹിന്ദു നവോത്ഥാനത്തിനും സനാതന ധർമ്മത്തിനൊക്കെ വേണ്ടി വലിയ തോതിൽ സംഭാവന ചെയ്തിട്ടുള്ള ആദിശങ്കരൻ്റെ നാട്ടിലാണ് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, പോളിടെക്നിക്, പല സ്ഥാപനങ്ങളുമുണ്ട്. അതിൽ ശ്രീ ശാരദ സൈനിക സ്കൂളിലാണ് ഞാൻ പോകാൻ എനിക്ക് അവസരം കിട്ടിയത്. അവിടെ അതിമനോഹരമായ രീതിയിൽ വളരെ നല്ല ഒരു സൈനിക സ്കൂളായി അത് മാറ്റിയിട്ടുണ്ട്. രാജ്യത്തിപ്പോൾ കുറേ പ്രൈവറ്റ് ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ അല്ലെങ്കിൽ CBSE സ്കൂളുകളെയൊക്കെ സൈനിക സ്കൂളാക്കിയിട്ടുണ്ട്. അപ്പോൾ 1-2 ബാച്ച്, ഇപ്പോൾ തുടക്കത്തിൽ 1-2 ബാച്ചും പിന്നെ തുടർന്ന് വരുന്ന വർഷങ്ങളിലും സൈനിക സ്കൂളാക്കി അതിനെ മാറ്റിയിട്ട്. പക്ഷേ അതേസമയം അവിടെ സീനിയർ സെക്കൻഡറി, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. നഴ്സറി മുതലുള്ള ഒരു സ്കൂളാണ്. മനോഹരമായ രീതിയിലാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഡോക്ടർ ദീപാ ചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള, അവരാണ് പ്രിൻസിപ്പൽ, നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം അധ്യാപകർ അവിടെ വളരെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെ ഞാനൊരു പരിസ്ഥിതി ദിനമായി ബന്ധപ്പെട്ട് ജൂൺ 5-നാണ് അവിടെ പോയിരുന്നത്. വളരെ വലിയ തോതിലാണ് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾ, മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, അങ്ങനെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, അതുപോലെ തന്നെ തിയേറ്റർ ഉണ്ട്, പിന്നെ 3D തിയേറ്റർ ഉണ്ട് കുട്ടികൾക്കിരുന്ന് പഠിക്കാൻ. അതൊക്കെ അത്ഭുതങ്ങളാണ്. കാരണം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ 3D സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് കുട്ടികൾ പഠിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ മൾട്ടിമീഡിയ എല്ലാം അടക്കമുള്ള 3D തിയേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ 10-20ഓളം ക്ലബ്ബുകൾ അവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ ഹിന്ദുസ്ഥാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ മനോഹരമായ യൂണിറ്റ് ഉണ്ട്. പലവട്ടവും അവർക്ക് സഹോദയ സമ്മേളനത്തിൽ, അതായത് കലോത്സവങ്ങളിലും, പ്രത്യേകിച്ച് ഈ CBSE സ്കൂളുകളുടെ ഒരു കലോത്സവമാണ് സഹോദയ കലോത്സവം. അതിൽ പലപ്പോഴും 1, 2, 3 ടോപ്പ് റാങ്കിൽ തന്നെ വരുന്നൊരവസ്ഥ. അതുപോലെ തന്നെ IITയുടെയും നീറ്റിൻ്റെയും സൈലം ഏജൻസിയുമായി ചേർന്നുകൊണ്ടുള്ള ക്ലാസ്സുകൾ, കുട്ടികളിലെ മോട്ടിവേഷൻ നടക്കുന്നു. വളരെ കൃത്യമായ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസ്. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്കൂളാണെന്നൊരു അന്തരീക്ഷമല്ല അവിടെ ഉള്ളത്. ഒരു നല്ലൊരു എന്താ പറയുക, വളരെ മനോഹരമായ ഒരു ആശ്രമാന്തരീക്ഷം. ഞാൻ മനോഹരമായ ആശ്രമമാണ് പറയുന്നത്, അല്ലാതെ ഈ ആശ്രമം എന്ന് കേൾക്കുമ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് ആളുകൾ ചിത്രീകരിക്കരുത്. ഞാൻ പറഞ്ഞു വളരെ മനോഹരമായ ധാരാളം മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് ഓഫീസിൽ തന്നെ പോകാൻ കഴിയുന്നത്. വളരെ മനോഹരമായ രീതിയിലുള്ള ക്യാൻറ്റീനുണ്ട്, സംവിധാനങ്ങളുണ്ട്, റിസപ്ഷൻ റൂമുണ്ട്. ഒരു വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന എല്ലാ ആംബിയൻസിലും കെട്ടിലും മട്ടിലുമാണ് അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. കുട്ടികൾക്ക് സ്പെഷ്യൽ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള പഠിക്കാനുള്ള സംവിധാനങ്ങൾ, മോറൽ വാല്യൂസിനുള്ള കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി സ്കൂളിനെക്കുറിച്ച് പറഞ്ഞാൽ 1000 നാവിൽ വർത്തമാനം പറയാൻ കഴിയും. അത്രമാത്രം പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സൺഡേ പരിപാടികളുണ്ട്, പിന്നെ ഹോളിഡേയ്സിൽ പരിപാടികളുണ്ട്. എക്കോ ക്ലബ്ബൊക്കെ വളരെ സജീവമായ എക്കോ ക്ലബ്ബുണ്ട്, നാച്ചർ ക്ലബ്ബുണ്ട് വേറെ, അതുപോലെ തന്നെ ലാംഗ്വേജിന് ക്ലബ്ബുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ക്യാമ്പസാണ്. വലിയ ഓഡിറ്റോറിയം അവർ വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ ഡേ തന്നെ അവർ ഞാൻ സാധാരണ പല സ്കൂളുകളിലും കോളേജിലുമൊക്കെ പല പരിപാടികൾക്ക് പോകുമ്പോൾ 1-2 മണിക്കൂറത്തെ പരിപാടികൾ. ഇത് അങ്ങനെയല്ല. ഇത് രാവിലെ പിന്നെ സീനിയർ സെക്കൻഡറിയിലെ കുട്ടികൾക്കാണ് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും ചർച്ചകൾക്കുള്ള ആളുകളെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജൂനിയർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിയും സ്കിറ്റും പരിപാടികൾ, പിന്നെ വളരെ ജൂനിയർ ആയിട്ടുള്ള കിഡ്സായിട്ടുള്ള കുട്ടികളുടെ വിഭാഗം ഉണ്ട് അവിടെ. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇടയിലുള്ള നാടകവും ഡാൻസ്, ഇതെല്ലാം പരിസ്ഥിതി അപ്പം ഏത് വിഭാഗമാണോ അവിടെ ഉള്ളത് അതിനനുസരിച്ചുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരു കരിക്കുലം പോലെ, അതായത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കരിക്കുലമുണ്ട്, അതിന് പുറമെ CBSEയുടെ കരിക്കുലം കൊണ്ട് അതിന് പുറമെ അവർ സ്വയം വികസിപ്പിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങൾ ആ സ്കൂളിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനൊക്കെ പഠിച്ചത് ഓലക്കെട്ടിടമുള്ള ഡെസ്കും ബെഞ്ചും ഒക്കെ, കാലൊടിഞ്ഞ ബെഞ്ചും കാലൊടിഞ്ഞ ഡെസ്കും, കൃത്യമായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിലാണ്, സർക്കാർ സ്കൂളിലാണ്. പക്ഷേ ഇപ്പോഴും സർക്കാർ സ്കൂളുകളുടെ കെട്ടും മട്ടുമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ധാരാളം സർക്കാർ സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളുടെ കെട്ടും മട്ടുമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഇത്തരം ക്യാമ്പസുകളെ നമുക്ക് കാണാതിരുന്നുകൂടാ. അത് CBSE ആണോ ICSE ആണോ, അല്ലെങ്കിൽ എയ്ഡഡ് ആണോ അൺഎയ്ഡഡ് ആണോ, അല്ലെങ്കിൽ സർക്കാരിലാണോ എന്നുള്ളതല്ല എന്നെ ആകർഷിച്ചത്. വളരെ മനോഹരമായ രീതിയിൽ ഒരു ക്യാമ്പസ് അവിടെ കൊണ്ടുപോകുന്നു. വലിയ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരും ടീച്ചർമാരും ഫാക്കൽറ്റികളും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററും എല്ലാം വളരെ മനോഹരം. റിട്ടയർഡ് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ളൊരു ഉയർന്ന റാങ്കുള്ള അതൊരു അദ്ദേഹമാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലുള്ളത്. PRO വർക്കുകൾ, വളരെ മനോഹരമായിട്ടൊരു ക്യാമ്പസാണ് അവിടെ ഉള്ളത്. അവിടെ പഠിക്കുന്നത് തന്നെ കുട്ടികളുടെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു.
എന്തായാലും പരിസ്ഥിതിക്കും വെള്ളത്തിനും ഒക്കെ അതുപോലെ കാലാവസ്ഥാ മാറ്റത്തിനും ദുരന്ത പരിപാലനത്തിനും ഒക്കെ കൂടി മുൻതൂക്കം കൊടുത്തുകൊണ്ട് നടത്തുന്ന ഇത്തരം സ്കൂളുകൾ, കുട്ടികൾക്കുള്ള മോറൽ വാല്യൂസ് പറഞ്ഞു കൊടുക്കുന്ന സ്കൂളുകൾ, ഇത് വളരെ മനോഹരമാണ്. ആ ഒരു കാഴ്ച കൂടി നമ്മുടെ സുഭാഷിതത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം.